ഇറാനുള്ളിൽ രണ്ട് തരത്തിലുള്ള ധാരകളുണ്ട്. ഒന്ന്, ഇപ്പോൾ എടുത്തുചാടി ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകേണ്ടതില്ല, അത് വീണ്ടും ഇറാന്റെ സാമ്പത്തിക മേഖലയെ തകർക്കുന്നതായിരിക്കും എന്ന് കരുതുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ മറ്റൊരു വിഭാഗം തീവ്ര വിഭാഗമാണ്. അവർ ഇസ്രായേലിനും അമേരിക്കക്കും എത്രയും വേഗം തിരിച്ചടി നൽകുകയാണ് വേണ്ടത് എന്ന് വാദിക്കുന്നു. കാരണം ഒരുപാട് ആക്രമണങ്ങൾ ഈ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇറാനു നേരെ ഇസ്രായേൽ നടത്തി. പ്രസിഡന്റും അതേപോലെ തന്നെ വിദേശകാര്യമന്ത്രിയും കൊല്ലപ്പെടുന്ന ഹെലികോപ്റ്റർ അപകടം, അതിനു പിന്നിൽ വരെ മൊസാദ് ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ഹമാസിന്റെ മുതിർന്ന നേതാവ് ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തി. അതിനു പിന്നിലും ഇസ്രായേലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു. ഇറാന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ വരെ, ചാരശൃംഖലകളിൽ വരെ മൊസാദിന്റെ കൈകളുണ്ട് എന്ന് ഇറാനുള്ളിൽ തന്നെയുള്ള പ്രമുഖർ വിലയിരുത്തപ്പെടുകയും അവിടെ ഒരു ശുദ്ധീകരണം നടക്കുകയും വേണം എന്നെല്ലാം പറഞ്ഞ ഒരു ഘട്ടത്തിലാണ് വീണ്ടും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാനാവാത്ത വിധത്തിലുള്ള ഒരു ആക്രമണം നടന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് വേണ്ടത്. ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിൽ ഏത് വിഭാഗത്തിനാണ് ഭരണതലത്തിൽ മുൻതൂക്കം ഉണ്ടാവുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇറാന്റെ ഒരു പ്രത്യാക്രമം. ആ പ്രത്യാക്രമം ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയിക്കൊള്ളണമെന്നില്ല. ഒരു ഒരുങ്ങിക്കൊണ്ടുള്ള ഒരു ആക്രമണമാണ് വേണ്ടത് എന്ന അടിസ്ഥാനത്തിൽ എന്ന വിചാരമുള്ള ആളുകളും ഭരണതലത്തിലുണ്ട്. കാംനായിയെ പോലെയുള്ള ആളുകൾ സ്വാഭാവികമായും ഒരു വലിയ ആക്രമണം ഉണ്ടാകും, വലിയ വില ഇതിന് ഇസ്രായേൽ നൽകേണ്ടി വരും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും നമുക്ക് നോക്കാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് കീഴടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ അസ്തിത്വവും ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ ഈ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്ന പ്രൗഢിയും ഇല്ലാതെയാകും എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് അവരുള്ളത്. ആ ആക്രമണത്തിൻ്റെ സ്വഭാവം, അതേപോലെ തന്നെ US ഇസ്രായേലിന് നൽകുന്ന പിന്തുണ എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഒരു ഭാവി. ശരി, വി കെ സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.